ഹായ് വെൽക്കം ടു ടേസ്റ്റി ടച്ചസ് ബൈ രോഹിണി. ഇന്നിവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി ദോശയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രമേഹമുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അതിനായിട്ട് ഒരു 1.5 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. റാഗി എടുത്ത അതേ കപ്പ് തന്നെ ഒരു 3/4 കപ്പോളം ഉഴുന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം വേണം കേട്ടോ കഴുകിയെടുക്കാനായിട്ട്. എന്നിട്ട് പിന്നീട് നമ്മൾ കുറച്ചുകൂടി നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു 6-7 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം. 6-7 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ ആ മാവ് അരച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല മിനുസായിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് പൊങ്ങി വരാനും പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല വെള്ളം കൂടി ചേർത്തിട്ട് ഞാനിത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അരയ്ക്കുന്ന സമയത്ത് കുതിർത്തി വെച്ച വെള്ളം തന്നെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പാകത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ ഒരു 7-8 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സാധാരണ ദോശമാവിൻ്റെയൊക്കെ ഒരു പാകത്തിൽ തന്നെയാണ് കേട്ടോ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളം വേണം എന്നാവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിലാണ് എപ്പോഴും ദോശ ഉണ്ടാക്കാനായിട്ട് നന്നാവുക. ഇനി ഇതാ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, നന്നായിട്ട് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ എണ്ണ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. അല്ല കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് മുകൾ ഭാഗം ക്രിസ്പിയായി ആ മുകൾ ഭാഗത്ത് ഒക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ടിട്ട് 1 സെക്കൻഡ് കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാം. അപ്പോൾ അത് മുകൾ ഭാഗം നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് 1 സെക്കൻഡ് കൂടി കഴിഞ്ഞതിന് ശേഷം എടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല റാഗി ദോശ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നിയോ സാമ്പാറോ ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.